നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ചു മലയാളം. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മലയാളികളുടെ പ്രിയ ഗായകന്റെ അന്ത്യം. പ്രണയഗാനങ്ങൾക്ക് ഭാവസൗന്ദര്യം പകർന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായിരുന്നു പി ജയചന്ദ്രൻ. അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് മരണം. 80 വയസ്സായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഒരു തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ജയചന്ദ്രൻ 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡുകളും 4 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. തൃശൂരിലെ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രിയ ഗായകനെ അവസാനമായി കാണാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് എത്തിയത്. രാവിലെ 8 മണിയോടെ അമല ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ച ഭൗതികദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും നിരവധി പേർ എത്തി. പൊതുദർശനത്തിന് ശേഷം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലം പാലിയം തറവാട് ശ്മശാനത്തിൽ നടക്കും. ലളിത ഭാര്യയും ലക്ഷ്മി, ഗായകൻ ദിനനാഥ് എന്നിവർ മക്കളുമാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കർമ്മസമിതി യോഗം വിളിച്ചു ചേർത്തത്. ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന കർമ്മസമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായി പറഞ്ഞു, നമുക്ക് റോഡിന് 6 മീറ്റർ വീതിയില്ലാത്ത റോഡുകൾ ഉൾപ്പെടുത്തിയാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഏകദേശം ടെൻഡറൊക്കെ ആവാനൊക്കെ ഇത്രയും വൈകിയത്. കാരണം ഒരുപാട് റോഡുകളൊക്കെ മെമ്പർമാരും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ കൊടുക്കുമ്പോൾ അത് നമുക്ക് നിയമം നോക്കിയിട്ടാണ് നമുക്ക് റോഡിന് ഫണ്ട് വയ്ക്കാൻ കഴിയുള്ളൂ. ഇത് കാരണം കുറേ റോഡുകൾ തള്ളിപ്പോയി. എന്നിട്ട് പിന്നെ പകരം വെച്ച് ഇപ്പോൾ ആ ടെൻഡറൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടണ്ടായി. അപ്പോൾ അതൊന്നും ഈ ഉണ്ടാവും മഴയപ്പോഴൊക്കെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ വികസനത്തിനും അത് വരുന്ന വാക്കുകളൊക്കെ അതിൻ്റെ കൃത്യതയോടുകൂടി കൊടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എന്തായാലും കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മുടെ ഈ 2025-26 പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ ഭാഗത്തേക്കുള്ള വികസനം നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ അത് എല്ലാ മേഖലയിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, എസ്.സി, അതുപോലെ തന്നെ കാർഷികം, പിന്നെ ആരോഗ്യം, എല്ലാം നമുക്ക് എല്ലാത്തിനും ഫണ്ട് വകയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ റോഡിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ ക്ഷേമ ഉണ്ണികൃഷ്ണൻ, സജിത വിനോദ്, ഫിറോസ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരിയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സ്വകാര്യ യാത്രാ ബസ് നിർത്താതെ പോയി. പരിക്കേറ്റ് കിടന്ന ഗൃഹനാഥനെ രക്ഷകരായി ബൈക്ക് യാത്രികർ. പെരിങ്ങോട് സ്വദേശി 60 വയസ്സുള്ള സുകുമാരനെയാണ് സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ബൈക്കിൽ വരികയായിരുന്ന വയോധികനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബസ് നിർത്താതെ പോയി. ചാലിശ്ശേരി സെന്ററിന് സമീപം ഖദീജ മൻസിൽ എസ്റ്റേറ്റ് പടി സ്റ്റോപ്പിൽ വെള്ളിയാഴ്ച കാലത്ത് 7:45 അപകടം. അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന സുകുമാരനെ ഈ വഴി യാത്ര ചെയ്യുകയായിരുന്ന ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശികളായ റെനിൽ, വിവേക് എന്നിവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. കുന്നംകുളത്തെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും. ചാലിശ്ശേരി പോലീസിൽ അറിയിച്ച ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി വയോധികനെ ഇരുവരും ചേർന്ന് ആശുപത്രിയിലാക്കി. ഇവിടെ ഈ ഭാഗത്ത് വീണെടുക്കണു. അത് കണ്ട് വന്ന് ചോദിച്ചപ്പോൾ ഒരു ബസ് തട്ടിയിട്ട് പോയതാണ് പുള്ളിനെ. സൈഡ് തട്ടിയിട്ടു. പുള്ളി വീണ വഴിക്ക് കുറച്ച് ദൂരം റോഡിലൂടെ മുന്നോട്ട് വീണെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് വെള്ളം കൊടുത്തു. ഇപ്പോൾ അതാ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചാൽ പറയും. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുകുമാരനെ പട്ടാമ്പിയിലെ ജോലിസ്ഥലത്തേക്കുള്ള യാത്രക്കിടെയാണ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിർത്താതെ പോയ ബസ്സിനെ കണ്ടെത്താൻ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു. CCTV ന്യൂസ് തൃത്താല. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇതുവരെ പദ്ധതി പ്രദേശത്ത് 90% സിവിൽ ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത്.
നിലവിൽ റെഗുലേറ്ററിനോട് ചേർന്നൊരുക്കുന്ന സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് തുടക്കത്തിൽ പുരോഗമിക്കുന്നത്. റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്തേക്ക് 260 മീറ്റർ ദൂരം വരുന്ന സംരക്ഷണ ഭിത്തിയുടെ 60 മീറ്റർ ദൂരം നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. താഴ്ഭാഗത്ത് 51 മീറ്റർ ദൂരത്തിലാണ് ഭിത്തി ഒരുക്കുക. ഇതിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ റെഗുലേറ്ററിന്റെ തൂണുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലികൾ തുടങ്ങും. മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിന്റെ മറ്റു ജോലികൾ ഇനി തുടങ്ങാൻ സാധിക്കൂ. ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ ജോലികളുടെ ചുമതല. എന്നാൽ നിലവിൽ ഒരു മെക്കാനിക്കൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. ഷട്ടർ, മോട്ടോർ, നടപ്പാത, വാച്ച്റൂം ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിച്ചത്. മെക്കാനിക്കൽ ജോലികൾ തുടങ്ങിയാൽ മാർച്ച് മാസത്തോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ആനക്കര, പട്ടിത്തറ, പരുതൂർ, ഇരുമ്പിളിയം ഉൾപ്പെടെ 4 പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് പദ്ധതി. പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ജലസേചന, ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇരുമ്പിളിയം, കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സു കൂടിയാണ് കുട്ടിക്കടവ് പദ്ധതി പ്രദേശം. CCTV ന്യൂസ് തൃത്താല. ജപ്തി നടപടികളുമായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വീട്ടമ്മ ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ ഇവർ ചികിത്സയിലാണ്. പട്ടാമ്പി കീഴായൂരിലായിരുന്നു സംഭവം. ജപ്തി നടപടികളുമായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വീട്ടമ്മ ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്ക് പറ്റിയ ഇവർ ചികിത്സയിലാണ്. പട്ടാമ്പി കീഴായൂരിലായിരുന്നു സംഭവം. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കീഴായൂർ കിഴക്കേപ്പുരയ്ക്കൽ ജയയാണ് വീടിനകത്തു നിന്നും ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് നാട്ടുകാർ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലേക്കും ഇവരെ കൊണ്ടുപോയി. ഗുരുതരമായാണ് ഇവർക്ക് പൊള്ളലേറ്റിയിരിക്കുന്നത്. 2015 ജയ ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നതായാണ് പറയുന്നത്. തിരിച്ചടവ് മുടങ്ങി 4.25 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നതായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജപ്തി നടപടികൾക്കായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവമെന്നും പറയുന്നു. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത്. ഈ സമയം അകത്തുപോയി ജയ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചാലിശ്ശേരി വായനക്കൂട്ടം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സെമിനാറും സംഗീത സന്ധ്യയും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4:30 ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ ഡോക്ടർ CP ചിത്രഭാനു നയിക്കും. തുടർന്ന് വായനശാല അംഗം തബലിസ്റ്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6 ഗസൽ ഗായകൻ പാർത്ഥൻ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടാകും. പഴയകാല സിനിമാ ഗാനങ്ങളെ കോർത്തിണക്കി പ്രശസ്തരായ കലാകാരന്മാർ സംഗീത സന്ധ്യയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തകരുടെ കൂട്ടായ്മ വായനക്കൂട്ടമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ KK പ്രഭാകരൻ, കൺവീനർ EK മണികണ്ഠൻ, ട്രഷറർ K സന്ദീപ, ഡോക്ടർ K ജയരാജ് എന്നിവർ പങ്കെടുത്തു. സെമിനാർ രൂപത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ചിത്രഭാനു മാഷ് അവതരിപ്പിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രഭാനു മാഷ് ഈ പ്രഭാഷണം തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഒരു പഴയകാല മലയാള സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട്, ഗസലിൻ കോർത്തിണക്കിക്കൊണ്ട് പാർത്ഥൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഗായകനും ചാലിശ്ശേരിയുടെ അഭിമാനമായിട്ടുള്ള സുരേന്ദ്രൻ ചാലിശ്ശേരി എന്ന് പറയുന്ന തബലിസ്റ്റും ഒക്കെ കൂടി ഉള്ള ഒരു ഗാന സന്ധ്യയാണ് നമ്മൾ അതിനുശേഷം വിഭാവനം ചെയ്തിരിക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അട്ടിമറി. ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടത്തിന്. ട്രോഫി നൽകാനുള്ള കാലതാമസത്തിലും പ്രതിഷേധം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറാനുള്ള കാലതാമസത്തിനെതിരെ പ്രതിഷേധവുമായി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും പ്രതിഷേധവുമായി പട്ടാമ്പി AO ഓഫീസിലെത്തി. വെള്ളിയാഴ്ച 11 മണിയോടെയായിരുന്നു അധ്യാപകരടങ്ങുന്ന സംഘം പട്ടാമ്പി AO ഓഫീസിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകാൻ തീരുമാനമായിരുന്നത്. ഇന്ന് രാവിലെ കലാകിരീടം നൽകുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഇത് ലഭ്യമാവാത്ത സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ AO ഓഫീസിലേക്ക് എത്തിയത്. നവംബർ 11 മുതൽ 15 വരെയാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലം സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂളാണ് ചാമ്പ്യന്മാരായിരുന്നത്. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചില മത്സര ഫലങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ AOയ്ക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയെ അന്വേഷിക്കാനായി നിശ്ചയിക്കുകയും സമിതി നടത്തിയ അന്വേഷണത്തിൽ
ചില ക്രമക്കേടുകൾ കണ്ടെത്തുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കലാകിരീടം തിരിച്ചു നൽകുവാൻ തീരുമാനമായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിൽ ആഹ്ലാദ പരിപാടികളും ഒരുക്കിയിരുന്നു. എന്നാൽ കലാകിരീടം രാവിലെ 11 മണിയായിട്ടും ലഭ്യമാവാത്ത സാഹചര്യത്തിലായിരുന്നു അധ്യാപകരും PTA ഭാരവാഹികളുമെല്ലാം പ്രതിഷേധവുമായി AO ഓഫീസിലെത്തിയത്. കുട്ടികളുടെ ഇടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ചർച്ച ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചും ഒരുപാട് രാത്രികളും പകലുകളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഈ വികാരം ഉണ്ടാവും. നമ്മൾ നിയന്ത്രിക്കുന്നതിന് അനുസരിച്ച് കുട്ടികളുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ സമയം പോകുന്തോറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനൊരു സാറ് ഈ വിദ്യാഭ്യാസ മേധാവി എന്നുള്ള രൂപത്തിൽ അത് അവരെന്തായാലും ആ സാധനം ഇവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരു 2:30 മണി വരെ സമയമാണ് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്. സാറിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് AEOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് 3 മണിയോടെ കലാകിരീടം സ്കൂളിലേക്ക് കൈമാറുമെന്ന് AEO നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ട്രോഫി 3 മണിയോടെ സ്കൂളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുന്ന് മടങ്ങുന്നതെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് PTM കരീം പറഞ്ഞു. നടുവട്ടം ജനതാ സ്കൂളിന് ലഭിക്കേണ്ടിയിരുന്ന കലാകിരീടം ചില കൃത്രിമ മാർഗത്തിലൂടെ മറ്റു ചില സ്കൂൾ തട്ടിയെടുക്കുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കെതിരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AEOക്കും മറ്റ് മുഴുവൻ വിദ്യാഭ്യാസ മേധാവികൾക്കും സ്കൂളിന്റെ PTA-യുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയുണ്ടായി. AEOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ PTMYHSന് ലഭിച്ച ട്രോഫി ഓവറോൾ കിരീടം നടുവട്ടം ജനതയ്ക്ക് തിരിച്ചു തരാനും ഒരു പൊതുധാരണയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജനതാ ഹൈസ്കൂൾ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രോഫി സ്വീകരിക്കലും കുട്ടികളുടെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. രാവിലെ 10 മണിക്ക് 10 മണിക്ക് ട്രോഫി കിട്ടുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ 11 മണിവരെയും ട്രോഫി സ്കൂളിൽ എത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ AEOനെ വന്ന് കാണാൻ ഇടയായത്. AEOയിൽ നിന്ന് ലഭിച്ച മറുപടി PTMYHSൽ നിന്നും ഇതുവരെ ട്രോഫി AEO ഓഫീസിൽ എത്തിയിട്ടില്ല എന്നും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വരാത്തതെന്നും അത് ഇന്ന് 2 മണിയോടുകൂടെ AEO ഏറ്റുവാങ്ങി ജനതാ സ്കൂളിൽ നൽകാമെന്നും ഏറ്റിട്ടുണ്ട്. AEOന്റെ ഉറപ്പിന്റെ പുറത്ത് ഞങ്ങളുടെ രാവിലത്തെ പരിപാടി ഉച്ചയ്ക്ക് 3 മണിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം കലോത്സവത്തിൽ കുട്ടികളുടെ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനാവശ്യമായ നടപടികൾ വേണമെന്നും രക്ഷിതാക്കൾ സൂചിപ്പിച്ചു. കലാകിരീടം അത് അർഹതപ്പെട്ട ജനതാ സ്കൂളിന്റെ മണ്ണിലേക്ക് എത്താം. രണ്ടാമത് അതില് A ഗ്രേഡ് തിരുത്തി B ഗ്രേഡ് ആക്കിയിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അത് അടിയന്തരമായിട്ട് കുട്ടികളുടെ ഇപ്പോൾ അധ്യയന വർഷം അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അത് എത്രയും പെട്ടെന്ന് എത്തണം. പിന്നെ മൂന്നാമത് വളരെ ശക്തമായിട്ട് ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ള ആരാണെങ്കിലും മുഖം നോക്കാതെ മാതൃകാപരമായ അച്ചടക്ക നടപടി സ്വീകരിച്ചേ മതിയാവുള്ളൂ. നാളെ ഇത് ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും ഇത് പറയാം തെറ്റാണെങ്കിലും, പക്ഷെ ഇത് അധ്യാപകർ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃകയാവേണ്ട ആൾക്കാരാണ്, നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കേണ്ടതാണ്. അവിടെ ഒരു കുട്ടിയുടെ കഴിവിനെ കുറച്ച് ഇകഴ്ത്തി ഇത്തരത്തിലുള്ള കലാമേളകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ മാതൃകാപരമായിട്ട് ഏതൊക്കെ തരത്തിൽ അച്ചടക്ക നടപടി ഉണ്ടോ അത്തരത്തിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നാണ്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. നാടപ്പറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സ്കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടപ്പറമ്പ് ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ടൗൺ ആഴ്ചയിലൊരിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ്. പരുതൂർ പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് ടൗണുകൾ ഹരിത ടൗണുകളാക്കി മാറ്റുകയും ചെയ്യും. മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, മുഹമ്മദ് അലി AK, AP ഉമ്മർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാബു, ഹരിത കേരള മിഷൻ അംഗം പ്രവീൺ, വ്യാപാരി വ്യവസായി സമിതി അംഗം സിദ്ദിഖ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗം മുഹമ്മദ് ഹാജി, ചെയർപേഴ്സൺ ബാനസീറ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ P, ഹരിത കർമ്മസേന കോർഡിനേറ്റർ K അരുൺകുമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഹരിത പ്രതിജ്ഞയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. CCTV ന്യൂസ് തൃത്താല. പ്രസിദ്ധമായ നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മാല്യ ദർശനത്തോടെയാണ് സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവത്ഗീത പാരായണം, സ്ത്രോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടന്നു. 7 മണി മുതൽ സംഗീതോത്സവം ആരംഭിച്ചു. പത്തിന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ധന്വന്തരി സംഗീതോത്സവത്തിന് സമാപനമായി. പത്ത് 30-ന് പ്രസാദഊട്ട് ആരംഭിച്ചു. വൻ തിരക്കാണ് പ്രസാദഊട്ടിനും അനുഭവപ്പെട്ടത്. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും ഗോതമ്പ് പായസവുമാണ് പ്രസാദഊട്ടിലെ വിഭവങ്ങൾ. പാളപ്പാത്രത്തിലാണ് പ്രസാദഊട്ട് നൽകുന്നതെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇലയിട്ട് വിളമ്പിക്കൊടുക്കുവാനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മുതൽ പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 3 മണിയോടെ ഗജവീരന്മാരോടുകൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഏക്കമില്ലാതെ വഴിപാടായിട്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനമേള. രാത്രി 10-ന് വിളക്കെഴുന്നള്ളിപ്പ്, തായമ്പക, ഡബിൾ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, നാദസ്വരം എന്നിവ നടക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.